അപ്പൊ ആത്മാവിന്റെ ഫലങ്ങൾ ആത്മനിയന്ത്രണമാണ്, അല്ലെ? നിയന്ത്രണമാണ്. അപ്പോൾ നമ്മൾ ജഡീകമായി പ്രവർത്തിക്കാനുള്ളവരല്ല, ആത്മാവിൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുകയും ആത്മനിയന്ത്രണത്തിൽ നമ്മുടെ ജഡീക മനുഷ്യനെ നിയന്ത്രിക്കുന്നവനുമായി മാറണം. അപ്പോൾ ദൈവം നമ്മുടെ അകത്ത് പകർന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സമാധാനത്തിലും ദൈവിക സന്തോഷത്തിലും അവന്റെ പ്രതികൂല സാഹചര്യങ്ങൾ, അവന്റെ ഏത് സാഹചര്യത്തിലും അവൻ സന്തോഷമുള്ളവനാകും, സമാധാനമുള്ളവനാകും, ദീർഘക്ഷമയുള്ളവനാകും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ പറ്റിയ സാഹചര്യം ചിലപ്പോൾ ആയിരിക്കത്തില്ല. നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിപ്പാൻ കർത്താവിന്റെ വചനം പറയുകയാണ്. അപ്പം സ്നേഹിക്കാൻ പറയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല, ആ വ്യക്തികളെ നമുക്ക് പലപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കത്തില്ല നമ്മൾ. പക്ഷേ കർത്താവ് പറയുന്നത് കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്നവരായി